പെണ്ണൊക്കെ തട്ടിക്കൊണ്ടേ തണക്കിടേ തണക്കിടേ സവേ പെണ്ണ് തട്ടിക്കൊണ്ടേ പെണ്ണ് വെളിയിറങ്ങ ഇനി എന്തായിരുന്നു പറഞ്ഞിട്ടാണ് അവര് തട്ടിക്കൊണ്ട് പോയത്? ഞാൻ പുറത്താണ്. ഹലോ അമിലിയ റോസ് എവിടെയുണ്ട്? ഹലോ റേഡിയോയിൽ ഇരിക്കണ അമിലിയ റോസ്. ടോക്കിയോ സിയ ടോക്കിയോ സ്നൈപ്പേ അമ്പടി അമ്പിടി അങ്ങനെ പറ. ഇപ്പഴല്ലേ മനസ്സിലായേ. വണ്ടി കേറ്റ് എടി റേഡിയോ ഇരിക്കണ പെണ്ണ് പോലെ അടി അമിലിയ റോസ്. വല്ലാത്ത കഴപ്പാ. റേഡിയോയില് അമിലിയ റോസ്. അമിലിയ റോസ് എവിടെ? ഇല്ലല്ലോ. അയ്യോ പയ്യൻ എന്ത് ചെയ്യും? ബാക്കിലിരിക്കണ ഇരിക്കട്ടെ. എന്റെ ചെറുക്കൻ എന്റെ വണ്ടിക്കകത്തിരിക്കും. വണ്ടിയുടെ ഡോർ ഓർന്നാ തറയിട്ട് കെറ്റിന് ട്രങ്ക് അടിച്ചാ മതി. വണ്ടിയിൽ കണ്ണു വെച്ചിട്ട് വണ്ടിയിലുണ്ട്. ടോക്കിയോ സിയെ വന്നാലാ വണ്ടിക്കത്തുണ്ട് അവന്. എടാ സീറ്റ് മാറല്ലേ വണ്ടിക്കത്തുണ്ട് അവൻ. ബ്രോ ഹലോ എടാ ഡോർ. ഇല്ലല്ലേ ഇവൻ പോങ്ങോട്ട് ബോഡി വേണോ വെളിയിൽ നോക്കാം. ഗണ്ണയിലാണ് വെടി കൊണ്ട് ചാവും. വണ്ടി നിറങ്ങും. ഇല്ല വെടിവെച്ച പോയതാ. ഇതുണ്ടെണ്ണ. ഇത് വെടിവെക്കുമ്പോളേ ഇങ്ങനെ ഇൻവിസിബിൾ ആയി പോയാ ടോക്കിയോന്റെ ലീഡർ ആരാന്നറിയോ? കളിയൊക്കെ വീട്ടിൽ മതി. ഒന്നിട്ട് 10 റൺ. പേരെന്താണ്? മനസ്സിലായി. ഫാമിലി ഏതാണ്? ഫാമിലി ഓ ഡോങ്കിയോ. ഡോങ്കിയോ ഓ നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചവൻ മനസ്സിലായോ? നമ്മൾ ഇവനെ കൈയോടെ പിടിച്ചു. ടോക്കിയോയിലുള്ള ഏതോ മാക്കറി പേരെന്തിനാണ്? ഇവന്മാരുടെ ലീഡറിനെ കണ്ണേ നമ്മുടെ സ്റ്റീവിന്റെ അതേ ലുക്ക്. പേരൊന്നും ചോദിച്ചപ്പോ പറയണേ ഡെക്കുണ്ട്. നിന്റെ പേരെന്താ? പേരെന്താടാ? നമുക്കൊരാശിങ്ങോട്ടെടുത്ത ആശാനെ. എന്തിനാണ് നമ്മളെ പിള്ളേരെ തുറന്നത്? എന്താ സംഭവം തരുന്നത്? എന്റെ ചെറുക്കൻ എന്തിനാണ് ഞാൻ പറഞ്ഞില്ല. നീ ചേർന്നില്ല. പല വണ്ടി പറഞ്ഞില്ല. അത് ഗെയിമിന്റെ അകത്തല്ലേ പറഞ്ഞത്? എന്തിനാണ് കിഡ്നാപ്പ് ചെയ്തിട്ട്? എന്തിനാണ് ബ്രോ ഇതാണ് കിഡ്നാപ്പ് ചെയ്തിട്ട്? എന്ത് പരിപാടിക്കാണ് ഉദ്ദേശം? എന്താ അവൻ തന്നെയാണല്ലോ വണ്ടി റോബൊന്നും ചെയ്തില്ലല്ലോ. അതിന് റോബൊന്നും ചെയ്തില്ല. പക്ഷെ നമ്മള് റോബ് ചെയ്യും. നിന്നെ ഇതില് പ്രശ്നമുണ്ടോ? രണ്ടും മെത്തുണ്ട്. അത് ഞാൻ അണ്ണാ ഇവനെ ഞാൻ ഒന്ന് ടൈ ചെയ്ത് നോക്കിക്കോട്ടെ.
അതെന്തിന് ബ്ലൈൻഡ് ഫോൾഡ് ഇടാന്ന് തോന്നുന്നു. അതിന് സാധനം വേണം ആ എല്ലാത്തിന്. നിനക്ക് തരാം നിനക്ക് കാർബിനില്ലേ ബ്രോ എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ടത്? നീ വന്ന് വണ്ടി കയറി എന്നാണ് അവൻ പറയണത്. വണ്ടി കയറി വണ്ടി കയറിയപ്പോ നിങ്ങൾ എന്ത് ചെയ്തന്നെ? ആ ബ്രോയിനെ ഫണ്ണാക്കിയെന്നുള്ള റോസ്റ്റ് ആക്കിയതാണ് തിരിച്ച് പണ്ണാക്കി റോസ്റ്റ് ആക്കിയാ ഫണ്ണാർപ്പ് ചെയ്യാന്ന് ചോദിച്ചാണ് പുള്ളിക്കാരൻ അങ്ങ് എവിടെ ഒരു സ്ഥലം വരെ കൊണ്ടുപോയി തിരിച്ച് മുതുക്കാക്കാൻ വന്നപ്പോഴാണ് ആ സ്ഥലം വരെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? എന്ത് ചെയ്ത്? ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല അല്ലേ? ഇതൊക്കെ ആ ഓക്കെ ഓക്കെ, നല്ല ഓർമ്മയുണ്ട് ബ്രോ. പണ്ണാർപ്പിയായിരുന്നാ അത് നേരത്തെ പറയണ്ടേ? പണ്ണാർപ്പി എന്നാ ബ്രോ എന്റെ കയ്യിലുള്ള എല്ലാ കണ്ണെടുത്ത് പണ്ണാർപ്പി കാണിച്ചില്ല. എന്താ കേട്ടില്ല ബ്രോന്റെ കയ്യില് ഗണ്ണുണ്ടോ? ഗണ്ണ് ഒരു കാര്യം ചെയ്യാം. ഇല്ല ഗണ്ണില്ല. അങ്ങനെ നിക്കട്ടെ നോക്കട്ടെ. ഒരു കാര്യം നോക്കട്ടെ. നിന്റെ കൂടെ ചേച്ചി എവിടെ പോടാ? കത്തി കാണും. ചേച്ചി വന്നല്ലോ. വന്നില്ലേ? വന്നോ? ചേച്ചി നൈസായിട്ട് അങ്ങ് മുങ്ങിയല്ലോ. ചെക്ക മോശം ചേട്ടാ ചേച്ചിക്ക് ഇങ്ങനെ പോണത്. ചേച്ചി അടിച്ചു കൊള്ളുമ്പോ മാത്രം കണക്ഷൻ പോണത് അത്ര ശരിയല്ലാട്ടാ. കത്തിയതായിരിക്കും സഹോദര. ശരിയല്ലാട്ടാ. നെറ്റൊക്കെ വലിച്ചു വരണത് പരിപാടിയാ. സമയത്തൊക്കെ പോണതേ ഇതൊക്കെ പഴയ ട്രെൻഡ് മാറ്റി പിടിക്കാൻ പറ. ഞാൻ എന്തൊരു പറയാനാ ഗഡി, എനിക്കറിയാവോ? ഗഡിയല്ല ഇത്, ഗഡിയല്ല ഇത്, വേറെന്താ സാധനമാണ് ഇത്, മനസ്സിലായ? എടാ ഇവന്റെ വല്ലതും ഉണ്ടോ സ്നൈപ്പേ? ഇത്രക്ക് പേടിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് പരിപാടിക്ക് പോണേ? നിനക്ക് ചുമ്മാ പോരെ? അല്ലെ നമുക്കൊരു ഫണ്ണായിട്ട് ഒരു കക്കൂസ് ചെയ്യാലോ? എന്തിനു പറയണ്? എന്ത് പറയുന്നത്? അത് കിട്ടില്ലായിരിക്കും. കക്കൂസിന്റെ അകത്ത് എന്ത് പറയണേ? വേണ്ട. എന്താട്ടാ വേണ്ടാത്ത? നിനക്ക് പണ്ണാർപ്പി വേണ്ട? നിനക്ക് താല്പര്യമില്ല. അല്ലെ നീ ആനയുടെ ചന്തി എന്താണ് നിനക്ക് ബ്രോ അതാവുമ്പോ നമുക്കൊരു ഫണ്ണാവും ബ്രോ. എന്ത് പറയണേ? മച്ചാൻ ഇപ്പൊ ഗഡി വരും, അതിന്റെ മുമ്പ് കഴിയുവാണെങ്കിൽ ഓക്കെ. അവിടെ ഗഡി വരുമ്പോ ആനപ്പിണ്ടൊക്കെ ഇട്ട് വരത്തുള്ളൂ. ആ നമ്മുടെ ഒരു ഗഡി ഉണ്ടേ മച്ചാനെ. മച്ചാനൊന്ന് വന്നാ നമുക്കൊരു ഫണ്ണാവും. ഒന്ന് വരുവോ? എടാ നിന്റെ കയ്യിൽ പഴങ്കഞ്ഞി ഉണ്ടാ? ഗ്യാങ് റൈഡ് എല്ലാം എന്താന്ന് വെച്ചാ കേറിട്ട് വരാം. നീ ഓസ്ട്രേലിയ ടോക്കിയോ സിയന്റെ അടുത്ത് വരാൻ ഇവിടെ ഗ്യാങ്ങായ ഓൾവെസ്റ്റ് ഗ്യാങ് മറ്റു സംഭവമാണ്. ഗ്യാങ്ങായിട്ടാണോ ഗ്യാങ് അല്ലാതെ ആയിട്ടാണോ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നീ ഗ്യാങ്ങിലുണ്ടോ അത് മാത്രം ഇവിടെ അറിഞ്ഞാ മതി, മനസ്സിലായ? നീ എന്തോ ആയിക്കോട്ടെ, നീ ഗ്യാങ്ങിലുണ്ടോ അത് മാത്രം അറിഞ്ഞാ മതി. അല്ലാതെ നീ ഗ്യാങ് ആയിട്ടാണോ ഗ്യാങ് അല്ലാതെ ആണോ നമുക്ക് ഇവിടെ അറിയേണ്ട ആവശ്യമില്ല, മനസ്സിലായ? എനിക്ക് ഒരു കാര്യം പറയട്ടാ. നമ്മുടെ കാർണേജ് ഒരു ആനയുടെ പറയുന്നേ. കാരണം നമ്മുടെ ഈ കാർണേജ് ആനയുടെ ഒരു ലുക്ക് ഇല്ലേ? നോക്കിക്കേ, വലിയതല്ലേ ശരി. നമുക്ക് ഇവനെ ഇത് ആനയായിട്ട് നടക്കാനെന്ന് പറഞ്ഞ് നമുക്കൊന്ന് സംസാരിപ്പിക്കാം. ഇവനെ പാപ്പാനാക്ക ഒരു കാര്യം ചെയ്ത് നിന്റെ കൂടെ ചേച്ചി അടുത്ത് വരാൻ പറയാം. മനസ്സിലാ? ചേച്ചി അടുത്ത് ഇപ്പൊ ഇറങ്ങിപ്പോയതും കൂടി ചേർത്ത് നീ അഴി എണ്ണേണ്ടി വരും. ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസിൽ ചേച്ചി പച്ച കത്തി നിക്കുന്നുണ്ട്. അതായത് ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചി അടുത്ത് വരാൻ പറ. ചേച്ചിന്റെ നമ്പർ വിളിനി റേഡിയോ കേറില്ലെങ്കിൽ ഇല്ലെങ്കിൽ മോനെ ചേച്ചി ആ ചാട്ടനെ ആര് ചെയ്യാനെ വിളി. റേഡിയോ ഉണ്ടെങ്കിൽ വിളിക്കാം. ഇല്ല റേഡിയോ ഞാൻ മാത്രമേ ഉള്ളൂ. ഓ അയ്യോ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഫണ്ണായിട്ടൊന്ന് ഫോൺ വിളിച്ച് നോക്കട്ടെ. ഡ്രസ് ഇടറാ. വിളി വിളി അവളെ വിളി. സിറ്റി ഇല്ലടാ. സിറ്റി ഇല്ല.
ഇൻസ്റ്റാഗ്രാമിലുണ്ടല്ലോ ബ്രോയെ, പിന്നെന്താണ് പച്ചകത്തിരിക്കല്ലോ ബ്രോയെ. സിറ്റിയിലെന്ന് പറയുമ്പോ ഞാൻ ബ്രോ ഇവിടെ വന്നിട്ട് മാഞ്ഞു പോയതല്ലേ ബ്രോയെ. സിറ്റിയിലില്ലാത്ത ആളെങ്ങനെ പച്ചകത്തിരിക്കണ ബ്രോയെ, എന്തോ അങ്ങനെ. ചേച്ചിമാരൊക്കെ കത്തിപ്പോയിന്ന് പറഞ്ഞാണ്ടല്ലോ, അതിനും കല്ല് നാണക്കേട് വേറെ ഒന്നും ഇല്ല. ഞാൻ ഇപ്പോഴേ പറയാം. ചേച്ചിമാരൊക്കെ കത്തിപ്പോയിന്ന് പറഞ്ഞാണ്ടല്ലോ, അതിനും കല്ല് നാണക്കേട് വേറെ ഒന്നും ഇല്ല. ഞാൻ ഇപ്പോഴേ പറയാം. എടാ ഞാൻ ഒരു കാര്യം പറയാം. ഒരു പരിപാടി ചെയ്യുമ്പോ അതിന്റെ എൻഡ് വരെ നിക്കണം, മനസ്സിലായോ? അതെ അതെ. അല്ലാതെ നട്ടല് പരിപാടി കാണിക്കാൻ കത്തിപ്പോയാ തിരിച്ച് ഇവിടെ തന്നെ വരണം. കത്തിപ്പോയ നിന്റെ ചേച്ചിന്റെ നമ്പർ നമ്പർ എന്റെ ഫോൺ പോലും ഇല്ല ബ്രോ. ഒരു ഗ്യാങ് മെമ്പർ പറയണോക്ക് ഫോണില്ല. എങ്കിൽ വെയിറ്റ് നീ നിക്കണ റേഡിയോന്റെ നമ്പർ പറഞ്ഞേ. വെയിറ്റ് നീ നിക്കണ റേഡിയോന്റെ നമ്പർ നീ കൈപൊക്ക് നിക്കണ റേഡിയോന്റെ നമ്പർ പറ. നീ ഇപ്പൊ നിക്കണ റേഡിയോന്റെ നമ്പർ പറ. ഇപ്പൊ ഇരിക്കണ പറയടാ പറയടാ നീ റേഡിയോന്റെ നമ്പർ. ആ റേഡിയോ എടുക്കണ പോക്കറ്റിൽ നിന്ന് കേറാൻ പറ്റില്ലേ നോക്ക. നീ ആദ്യം പറ. ആരും ഇല്ലല്ലോ നമുക്ക്, ആരും ഇല്ലല്ലോടാ, ആരും ഇല്ലല്ലോ. ഒരു നാച്ചുറൽ അല്ലേ പോയത്. പുറത്തുനിന്ന് കൊറേ നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ട് അവരെ. നമ്മളെ ഗ്യാങ്ങിലുള്ള എല്ലാരും വന്നാണ് ഇങ്ങോട്ട്. റേഡിയോ നമ്പർ പറയടാ. നീ ഒറ്റക്കല്ലേ ഇരിക്കണത്, ഗ്യാങ് റേഡിയോ ഇല്ലല്ലോ അത്. ഏതായാലും 6047 കാരണം ഇവനെ പുറത്തുനിന്ന് ആരോ നിർദ്ദേശം കൊടുക്കണ്ട്, കൊന്നു വിട്ടേക്ക്. പുറത്തുനിന്ന് നല്ല രീതിക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ആ പുറത്തുനിന്ന് ഇറങ്ങിയാൽ കൊള്ളാം. ഡിലേ എന്താണ് നിനക്ക്? കൈ വെച്ചെടുക്കോ. ടോക്കിയോ അശാൻ ബ്രോ അതൊന്ന് അക്സെപ്റ്റ് ചെയ്ത് വയ്യ അങ്ങോട്ട് പോയട്ടാ പുറം ലോകത്തേക്ക് പോയി. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഇപ്പൊ നാച്ചുറൽ ആയിട്ട് കത്തിപ്പോണോ? ഓ അയ്യോ കത്തുന്നല്ലോ, അയ്യോ അയ്യോ കറണ്ട് പോയല്ലോ. സിയെ കത്തിയപ്പോ നിനക്കും കത്തിക്കൂടാളി. എന്തുവാടാ നീ ബുദ്ധി ഇല്ലല്ലോ, സിയക്കുള്ള ബുദ്ധി നിനക്ക്. നിർദ്ദേശം കിട്ടി. എന്താണ് തീരുമാനിച്ച? കത്തിപ്പോലെ ഒരാൾ വന്നിട്ടാ സി വന്നു. ഓ പെട്ടെന്ന് വന്നില്ല, പൊട്ടി വിളിച്ചു. സിന്റെ അടുത്ത് ഇവിടെ വരാൻ പറ. അല്ല നമ്മൾ ആദ്യം ക്യാരി അടിക്കട്ടെ. നീ നമുക്ക് ഗ്യാങ് ഇപ്പൊ ഇരുന്ന് സംസാരിക്കാം. നമുക്ക് ഇച്ചിരി ഫണ്ണാവും ബ്രോ. വയ്യടി ആശാനെ, നീ അവിടെ പുറത്തുനിന്ന് ഇറങ്ങാ ആശാനെ. നീ ഇവിടെ സംസാരിക്കും. സത്യം ഇവനൊന്ന് കണ്ണേജ് ബ്രോ. പ്രശ്നം ഈ ഒരു വയ്യമക്ക് ബ്രദർ വണ്ടി കയറി കൊന്നിട്ട് വണ്ടിക്കത്ത് അവനിഞ്ഞി ഇറങ്ങാൻ പറ്റൂല. അവനിഞ്ഞി ഇറങ്ങാൻ പറ്റൂല. കൂടെ കേറി പോട്ടെ തൊഴിഞ്ഞു പോവാൻ ഇടയ്ക്ക്. നമ്മളെ വണ്ടിയൊക്കെ ലോക്ക് ചെയ്തിടണേ. ഇപ്പൊ വെളിയിട്ടേക്കണ വണ്ടിക്ക് സേവ് ചെയ്യടാ. ഇതൊക്കെ ആരെ വണ്ടി അവിടെ ഞാനെന്താ കഴിക്കാൻ പോയതാട്ടെ. എന്തൊക്കെയാണ് നടന്നത്? ഇതൊക്കെ ആരൊക്കെ വണ്ടിയാടാ അവിടെ കൊണ്ടിട്ട. എല്ലാം സേവ് ചെയ്യടാ. എടുത്തിട്ട് തോന്നിയ പോലെ ഇട്ടിട്ട് പോയിരിക്കുക. നമുക്കെടുത്ത് സേവ് ചെയ്യാൻ പറ്റത്തില്ല, അത് മനസ്സിലാക്കും. എന്തോന്ന് പോയാ അടിച്ചു. എല്ലാരും ലൈക്ക് അടിക്കുക കണ്ടോണ്ടിരുന്നാലും. കേട്ടില്ല നിങ്ങളെ സൗണ്ട് ക്ലിയർ അല്ല, വെട്ടി പോകുന്നത്. ഇവിടെ നമുക്ക് ആർക്കും പ്രശ്നമില്ല, നിനക്ക് മാത്രം ഇപ്പൊ പ്രശ്നമാണ്. ചേച്ചി വന്നോന്ന് നിന്റെ വന്നല്ലേ പറഞ്ഞേ. ചേച്ചിയെ വിളിക്കാൻ പറ്റുമോ?
പുറത്തു പോയാ വീണ്ടും? ചേച്ചി വീണ്ടും പോയോ? ചേച്ചി വരേണ്ടി വരൂല്ലോ ഒന്ന്. ഈ ഗ്യാങ്സിന്റെ ഫ്രണ്ട് വരണ്ട് നമ്മൾ വിടത്തില്ല. സിമ്പിൾ മോനെ എടാ നിന്നെ ഇവിടെ നിർത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കൂട്ടത്തിലുള്ള ആള് എഫ്ഐറ്റ് അടിച്ച് പോയി. എങ്ങനെ പോയാൽ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ആള് ഇവിടെ വരണം, മനസ്സിലായോ? അത്രേ ഉള്ളൂ. ആള് പോയി ഇറങ്ങിയെന്ന് സിറ്റിന്ന് ഇത്രയും സിറ്റുവേഷൻ ചെയ്ത് വെച്ചിട്ട് ആള് ഇറങ്ങി എന്ന് പറഞ്ഞ എന്തൊരു ന്യായമാണ് നീ പറയണത്? ആളെ കൊണ്ടുപോയി അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നതാണ്. ആര് കൊണ്ടുപോയി? എവിടെ കൊണ്ടുവന്ന് നമ്മള് പിടിക്കുകയാണ് ചെയ്തത് നിങ്ങളാ. എങ്കിൽ ഒരു പണിയാ നമ്മള് നിന്നെ കക്കൂസ് ചെയ്തിട്ട് നമ്മള് വിടാം. നീ ഇനി ഇതിന്റെ പേര് സിറ്റുവേഷൻ എടുക്കാൻ വരുമോ? ബ്രോ നമ്മള് സിറ്റുവേഷൻ നിങ്ങൾ റാൻഡം ആയിട്ട് നമ്മള് എന്താ ഗൺ സ്റ്റോപ്പിലോട്ട് പോയപ്പോ ഈ ബ്രോ തന്നെയാണ് വണ്ടി കയറിയത്, നമ്മളൊന്നും അല്ല. നമ്മള് പുള്ളിക്കാനെ വിളിച്ച് വണ്ടി കയറിയാ അണ്ണ എനിക്ക് പറയാവോ? എനിക്ക് അല്ല അവ ഇരുന്ന് ഓർമ്മിച്ച് പറയുമല്ലോ, നീ ഇരുന്ന് പറ. അവ എങ്ങനെ ഇങ്ങനെ ഓർത്തെടുക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഇവൻ ചത്തല്ലേ? അല്ല ഇവ ഇങ്ങനെ ഓർത്തെടുക്കണം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണം. അവ ഓർത്തെടുത്ത് പറഞ്ഞില്ല, അപ്പൊ നീ പറ എന്തിനാണ് ബ്രോ വണ്ടി കയറിട്ട് എന്താണ് നിങ്ങൾ ചെയ്തത്? വണ്ടി ചെയ്തിട്ട് എന്തോ ബ്രോ കിഡ്നാപ്പ് ചെയ്തേക്കുവാണ് എന്ന് ആദ്യമേ പറഞ്ഞേ. എന്നിട്ട് വല്ലതും ഉണ്ടെങ്കിൽ പിസ്റ്റൽ വല്ലതും ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞേ. ഫണ്ണായിട്ടല്ലേ? അതിലെ പിസ്റ്റല് തന്നിട്ട് പോയാ മതി ഫണ്ണായിട്ട് പറഞ്ഞേ. എന്നിട്ട് പറഞ്ഞു ഒന്നും വേണ്ട, ഞാൻ തിരിച്ച് മുതുക്കാക്കാന്ന് പറഞ്ഞു ബ്രോന്റെ അടുത്ത്. ഇല്ലേ മുതുക്കിലേക്ക് പോണ വഴിയാണോ എന്നിട്ട് നിങ്ങൾ പോയത്? ഇല്ല, മുതുകിലോട്ട് പോയായിരുന്നു. അപ്പഴല്ലേ നിങ്ങള് ബാക്കപ്പ് വന്നു. ബാക്കപ്പ് നിർത്താൻ പറഞ്ഞപ്പോ എന്താ നിർത്താണ്ടിരുന്ന? ഫണ്ണാണെങ്കിൽ സിറ്റി ഇല്ലാത്ത ആൾക്കാര് ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഇപ്പൊ ഗ്യാങ്ങിൽ തന്നെ ആണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഉറപ്പുള്ളവരെ കൂടെ സിറ്റുവേഷൻ എടുക്കാൻ പോകരുത്, മനസ്സിലായോ? ഉറപ്പില്ലാത്തവരെ കൂടെ സിറ്റുവേഷൻ എടുക്കാൻ പോകരുത്. എന്താണ് എന്തായിരുന്നാലും നീ എന്തിനു പറയണ? നിനക്കറിയാന്നുള്ള ഒരു വ്യക്തിയാണ് നീ കിഡ്നാപ്പ് ചെയ്തത്. അല്ല നിനക്കറിയാം, അവ നിന്റെ വണ്ടി കയറിയിരുന്നു. വണ്ടി കയറി നിന്റെ വണ്ടിയിൽ ആര് വന്നിരുന്നാലും നീ കിഡ്നാപ്പ് ചെയ്യോ? വണ്ടി കേറിയപ്പോ ഒരു അല്ല ഞാൻ ചോദിക്കട്ടെ, നിനക്ക് താല്പര്യമില്ലെങ്കിൽ ബ്രോ ലൈക്ക് എന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്ന് മാനി. നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒന്നും കൂടെ കേറിയതാണ്. നീ വണ്ടിയിൽ നിന്ന് ഇറക്കണം, അല്ലാതെ നീ ഹോസ്റ്റേജ് അടിക്കേണ്ട ആവശ്യം എന്തിനാണ്? ഇപ്പൊ നീ നാളെ എന്റെ വണ്ടി കയറിയിരുന്നു, ഞാൻ നിന്നെ ഹോസ്റ്റേജ് അടിച്ചാൽ ശരിയാണോ? അത് നിനക്കൊന്നും അറിഞ്ഞൂടാ. നീ ഒരു പൊട്ടനായിരുന്നു, ചേച്ചിന്റെ കൂടെ വാലറ്റി കിടക്കുന്ന ഒരു പൊട്ടൻ. ചേച്ചിയാണ് എല്ലാം ചെയ്തത്. ചേച്ചിയാണ് വരേണ്ടത്. അതാ പറഞ്ഞ നീ ഒരു പൊട്ടനായിരുന്നു. ചേച്ചി പോണെന്ന് പറയണ എന്താണ് ഈ ചേച്ചി? ചേച്ചിയാണ് വരേണ്ടത്, മനസ്സിലായില്ല? നിനക്കൊന്നും അറിഞ്ഞൂടാ. ഏതാണ് ഈ പറയുന്ന ചേച്ചി? നീ പറയുന്ന കാര്യങ്ങൾ അതല്ല എങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെച്ച് കട്ടാക്കി നിന്നെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് പുറത്ത് തീർക്കാം. എന്തിനാണോ നീ തീരുമാനിച്ചോ? കാണിച്ച അവിടെ എന്തിനു സിറ്റുവേഷൻ എടുത്തില്ല. നമ്മളെ കൂട്ടത്തിലുള്ള ഒരുത്തനെ അടിച്ച് മറ്റേ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി അവനെ കണ്ണേമും ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മളെ വന്ന് പിടിച്ചപ്പോ ടിവിയിലുള്ളവന്മാരെ ഗണ്ണേം ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കും. നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കും. ഞങ്ങളെ ടി വി ഉള്ളവന്മാരെ പിന്നെ വണ്ടി കയറി എന്തിനാ? നിനക്ക് എന്താണ് എന്തിനാ വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് നീ നിർത്താണ്ടിരുന്ന? എന്താ പോട്ടെ, നമ്മൾ വന്നപ്പോ നീ വണ്ടി നിർത്താത്തത്? വണ്ടി നിർത്താത്തത് അപ്പൊ നിനക്കൊന്നും നീ പൊട്ടനാ, മനസ്സിലായ? നിന്റെ ചേച്ചിക്ക് നേരത്തെ പോയിക്കൂടെ? ആളെ കൊല്ലുമ്പോ മാത്രമേ പോകത്തുള്ളൂ. അതെന്താണ്? ഇല്ല അണ്ണാ, കുറച്ചു മുമ്പ് വന്നെന്ന് പറഞ്ഞതിന് ശേഷം എന്റെ കോലീഡർ പോയാ? വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞു. റേഡിയോ വഴിയാ. ആ റേഡിയോ നമ്പർ ഒന്ന് പറഞ്ഞേ. അതെ, ആ റേഡിയോ എടാ നീ റേഡിയോ കോൾ കൊടുക്കും. റേഡിയോയിലുള്ള എല്ലാരും 13.5 റേഡിയോ കയറാം.
ഒരു കോൾ അത് നല്ലൊരു കാര്യമാണ്. എടാ ഇതിന് ഡിലേ അല്ലല്ല പുറത്തല്ലേ ഇവൻ ഡിലേ വീണ്ടും പോയി ആള് വീണ്ടും പുറത്ത് പോയി ആള് പുറത്ത് പോയി കേറണോ കേറണോ ഞാൻ എന്ത് ചെയ്യട്ടെ അവരടുത്ത് എന്ത് പറയട്ടെ എന്തോ ഓ ഉണ്ടല്ലോ പറ കേട്ടില്ലപ്പാ. റേഡിയോയിലുള്ളവരോട് സംസാരിച്ച കേട്ടോ അവിടെ സംസാരിച്ച ആളൊരാളെ സംസാരം ലീക്ക് ചെയ്ത് കേട്ട് 13 എത്ര നീ ഒന്നൂടെ ചേച്ചിയെ ചേട്ടനെ വന്നോ നോക്കിയേ. എടാ നിന്റെ റേഡിയോയിലുള്ള ആൾക്കാരോട് നീ റേഡിയോയിൽ ഒരു കോൾ കൊടുക്കണം. 13.5 കയറാം. കോളോട് റേഡിയോയിലുള്ള എല്ലാരും ഓ എന്തൊരു ഇതാടാ പേരെടുത്ത് റേഡിയോയിലുള്ള ആൾക്കാരെല്ലാരും 13.5 കേറുക. ആരുമില്ലടാ ഞാൻ ഇരിപ്പുണ്ട് ആരുമില്ല. ചേച്ചി അവിടെ ചരട് വലിക്കണം എന്നാലേ മോനൊക്കെ കേറുള്ളൂ. എടാ വെയിറ്റ് അങ്ങനെ നീ ഒരു പണി നമുക്ക് ലിങ്ക് അയച്ചു നമ്മളവിടെ വന്നിരിക്കാം. നമുക്ക് ഒരുമിച്ചിട്ട് സംസാരിക്കാം. ഒരുമിച്ചിരുന്ന് കളിക്കാൻ. ഞാൻ റേഡിയോ അയ്യോ എടാ നിനക്ക് ബ്രേക്ക് ആവണില്ലേ? ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. അപ്പൊ കുറച്ച് എളുപ്പമായി. എന്തുവാ എന്റെ ചേട്ടന്മാര് പറയണായിട്ട് നീ പറയണില്ല. അവരുടെ അടുത്ത് കഷ്ടപ്പെടേണ്ട പറയാം. നമ്മുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് പറയാൻ പറയാം. നിനക്ക് വേണ്ടിട്ട് ഒരാള് പോലെ നിനക്ക് വേണ്ടിട്ട് ആരും കേറിയിട്ടില്ല ഇവിടെ. നിന്നെ വേണ്ട റേഡിയോ കറക്റ്റ് എന്റെ കൂട്ടത്തില് എന്റെ അനിയനെ തൂക്കിയപ്പോ ഇവിടെ നിക്കണ കണ്ടില്ലേ? നിന്നെ ആർക്കും വേണ്ടടാ. അല്ല ബ്രോ റേഡിയോ നമ്പർ പറ. 13.5 വേണ്ട 13.5 എല്ലാം കയറാം. നമ്മളെല്ലാം പൂക്കട്ട കാവടി ഗെയിമാർക്കൊന്നും പൂരം നടത്താൻ എന്നെ കൊണ്ട് പൈസ ഒന്നുമില്ല എന്റെ വില്ലുകടി പറയോ ഒരു പൂരം ഐസ്പെക്ക് ഒന്നും ഇല്ലല്ലോ. അഡ്മിനൊക്കെ കത്തിപ്പോയി. എല്ലാം കത്തിയല്ലേ? ഞാൻ വന്നപ്പോൾ ഒരു ഐശ്വര്യാണ്. ഇല്ലം പടപടപട ഈ ഗ്യാപ്പിൽ ഞാൻ പോകാം. ഡിഫറെന്റ് ആണ് ആള്. നമ്പർ ആര് ചേച്ചി തന്നെ സിയ ഞാൻ അങ്ങനെയൊന്നും വരില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോ ഒരു കൊച്ചുകുട്ടി സംസാരിക്കണം. ഞാൻ വിചാരിച്ചു അത് പെണ്ണല്ലാന്ന്. നോക്കുമ്പോ ഒരു കൊച്ചുകുട്ടി സംസാരിക്കുമ്പോ ഹലോ ബ്രദർ. നമ്പർ ഇട്ടോട് 2580 ഇട്ടോട്. നിങ്ങളുടെ സിറ്റിയിലുണ്ടോ? നമ്മളുണ്ട് സിറ്റിയില്. നിങ്ങൾ രണ്ടു മാത്രം അടിച്ചു എടുത്ത് വെച്ചിട്ട് കുറച്ചു നേരമായി. നമ്മള് രണ്ടു മാത്രോ? ഇവിടെ നിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് പോയി എടുക്കാനല്ല ഇത് വെച്ചില്ല. അതൊന്നും എടുക്കാൻ. അതെ ഞാൻ ലൊക്കേഷൻ എടുത്ത് വെച്ചേ. അണ്ണ സിറ്റിയിലും കൂടിയാണോ സംസാരിക്കണേ? ഞാൻ ഇവിടെ മ്യൂട്ട് എടുക്കും. ഓക്കെ എന്റെ നമ്പർ ഇട്ടാ എന്റെ ചാറ്റ് ഇട്ടാ. ചേച്ചി വെളിയിലുണ്ട്. ചേച്ചി അകത്തോട്ട് വരാൻ പറയാം. ഓക്സി ഉണ്ടോ അവിടെ?
അല്ലേ? ഓക്സി ചെന്ന് അങ്ങോട്ട് വള്ളി പിടിച്ചാണോ? ഉറപ്പാണോ? ഓക്സി ചെന്ന് അങ്ങോട്ട് വള്ളി പിടിച്ചാണോ? ഇവരൊക്കെ വണ്ടിയിൽ കയറിയിരിക്കേണ്ട ആവശ്യം എന്തിനാണ്? അത് ഞാൻ സംസാരിച്ചൊന്ന് ക്ലിയർ ഇട്ട് ആള് വരട്ടെ. ചേച്ചിക്ക് എന്ത് പറ്റിയതാണാ? ചേച്ചി നമുക്ക് വെളിയിട്ട് ഡീൽ ചെയ്താലോ? വെയിറ്റ് എവിടെ നിർത്താൻ പറ. ആ ചേച്ചി അവിടെ നില്ല. എന്താണ് അടിച്ചു പോകാൻ കാരണം? അടിച്ചു പോയി. അപ്പൊ എന്താ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാ വെളിയിറങ്ങി ചേച്ചി. എടാ അവനെ കൊണ്ട് വാടാ. അവനെ കൊണ്ടുവരണോ? വെളി കൊണ്ടാ. ഇതാണ് അടിച്ചു പോയ ആള്. പുതിയ മെമ്പർ നിന്റെ പകരം ഇറങ്ങ. ഹലോ അനിയൻ കുട്ടനെ എയിം ചെയ്ത് കൊണ്ടുപോവാ. ഹലോ, എന്തിനാ നമ്മളെ കൂട്ടത്തിലുള്ള ഓക്സിനെ വന്നിട്ട് ഓക്സിജൻ അടിച്ചേ? ഹലോ കുട്ടിയാണോ ഹോസ്റ്റേജ് അടിച്ചത്? എന്തിനാണ് ഹോസ്റ്റേജ് അടിച്ചെന്ന്? ഹലോ എടേ, അവിടെ പറയണ ഡിസ്കോഡ് ഓഫ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് സംസാരിക്കും. മനസ്സിലായോ? ഇങ്ങനെ കേക്കട്ടെ നമ്മൾ പറയുന്നത്. ദേഷ്യം വരുന്നുണ്ടോ കുട്ടി? സിറ്റിസൺസിനൊക്കെ വിളിച്ച് പുറത്തല്ല. ഇവൻ എന്തിനാ ഹോസ്റ്റേജ് അടിച്ചേ ഓക്സിനെ? ബ്രോ, അതായത് ഞങ്ങള് മുതുക്കിന്ന് അവിടെ നിന്ന് വന്ന വഴിക്ക് അതായത് ഈ ബ്രോ പേരൊന്നും എനിക്ക് അറിഞ്ഞോളാം, ജസ്റ്റ് വണ്ടി കയറി. അത് കഴിഞ്ഞ് വണ്ടി നിന്ന് തന്നെ ഇറങ്ങി വീട് തിരിച്ചു കയറി. അപ്പൊ ജസ്റ്റ് ഒരു ഫൺ പോലെയാണ് ഞാൻ ബ്രോ ഹോസ്റ്റേജ് പിസ്റ്റൽ എടുത്ത് വണ്ടി വെക്കാൻ പറഞ്ഞു. അത് ബ്രോയ്ക്കൊരു ഫണ്ണായിട്ട് തോന്നിയില്ലെങ്കിൽ ബ്രോ ഐ എം റിയലി സോറി. ജസ്റ്റ് എയിം ചെയ്തിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവനെ തിരിച്ചു കൊണ്ട് വിടാൻ പോവുകയായിരുന്നു. പിന്നെ ഞാൻ പറയാണ് ബ്രോ, അതായത് ഇവൻ ഈ സിറ്റുവേഷനിൽ ഇൻവോൾവ് വലിയ കാര്യമായിട്ടായിട്ടില്ല. അവന് വിടാൻ പറ്റുമോ? അല്ല വെയിറ്റ് ബാക്കി പറ. ഒരു മിനിറ്റ് നമ്മളിവിടെ വണ്ടിയും കൊണ്ട് വന്നപ്പോ വണ്ടി നിർത്തായിരുന്നോ? ഫണ്ണായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ വണ്ടി ഓടിച്ച് എസ്കേപ്പ് ആവുന്നൊക്കെ? വണ്ടി നിർത്താനാണോ ഞാൻ അവിടെ പറഞ്ഞത്? അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾ ഫണ്ണായിട്ടാണ് നിർത്തിയിരുന്നെങ്കിൽ അവിടെ വണ്ടി നിർത്തിക്കൂടെ? എന്നിട്ട് പറഞ്ഞൂടെ ഇതൊരു ഫൺ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞൂടെ? നമ്മളെന്താ പിടിച്ചു വീഴുമോ? അല്ല, പുള്ളിക്കാരൻ തന്നെ വണ്ടി ഇരുന്ന് പറയുന്നുണ്ട് പിടിച്ചു കൊല്ലുമെന്നോ? അല്ല, അങ്ങനെയല്ല അവൻ പറഞ്ഞ. നിർത്തിയില്ലേ? നിങ്ങക്ക് ഓർമ്മ തല പോയി. പിന്നെ ഈ കൊച്ചെങ്ങനെ വന്നേ നമുക്ക് അറിഞ്ഞൂടാ. നമ്മളവിടെ കുറെ നേരം നിന്നായിരുന്നു. ആ ടൈമിലൊന്നും ആരെയും കണ്ടില്ല. നിങ്ങക്ക് ഓർമ്മയില്ല, അത് മനസ്സിലായ? പിന്നെ ഇത്തരം കഥ പറഞ്ഞത് എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ചായിരുന്നോ? നിങ്ങള് ഡയറി എഴുതണ സ്വഭാവം ഉണ്ടോ കുട്ടിക്ക്? ഡയറി എഴുതണ സ്വഭാവം? അല്ല ബ്രോ, ഞാൻ റേഡിയോ കോള് കിട്ടിയായിരുന്നു. റേഡിയോയിൽ ആരും ഇല്ലായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോ ഇവർ റേഡിയോയില് വന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞു. സോ അതൊക്കെ റേഡിയോ കണക്ട് ചെയ്ത് ഇവിടെ വരാൻ പറഞ്ഞതൊക്കെ ഓക്കെ. ഓർമ്മ കിട്ടിയത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ. കുട്ടിക്ക് ആരെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ വല്ല ലഭിച്ചിരുന്നു എങ്കിൽ 2 പ്രസ് ചെയ്യുക. ഡയറി എഴുതിയതാണെങ്കിൽ 3 പ്രസ് ചെയ്യുക. ഗ്യാങ് ഹൗസിൽ നിന്ന് ഉടൻ തന്നെ ലീവ് ചെയ്യാൻ 3 പ്രസ് ചെയ്യുക. സ്വന്തമായിട്ട് അടിച്ചോട്ട് കൊണ്ട് ചാവണമെങ്കിൽ 1 പ്രസ് ചെയ്യുക. ചേച്ചി പിന്നെയും ചേച്ചി എന്താ പറയാത്തത്? ചേട്ടാ നിർദ്ദേശത്തിന് വെച്ച് അവന്റെ കരച്ചിലൊന്നും കേൾക്കാൻ പറ്റൂലേ? അയ്യോ, ഇതൊക്കെ കുന്നംകുളത്തി
അവൻ പറഞ്ഞ കോൾ എന്ന് പറയണത് ഞാൻ പറയട്ടെ വണ്ടി ഓക്കെ നിർത്തിയില്ലെങ്കിൽ അടി എനിക്ക് ഓർമ്മയില്ല ഞാൻ സമ്മതിച്ചു ചേച്ചി കൊള്ളാലോ ചേച്ചിയെ. എനിക്ക് ഓർമ്മയില്ല ഞാൻ സമ്മതിച്ചു. ഞാൻ ചെയ്തത് റൂൾ ബ്രേക്കിംഗ് തന്നെയാണ്, പ്രശ്നമില്ല. ഇപ്പൊ ഇവൻ എന്തോ ചെയ്യണം ബ്രോ പറ. തിരുവാതിരകളി ഒന്ന് കളിക്കോ? ഇവനെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ ബോഡി എടുത്തുണ്ടോ കണ്ണിട്ട് കണ്ടിട്ട് ആ ബോഡി അങ്ങ് എടുത്തോണ്ട് ചേച്ചി അങ്ങ് വിട്ടു. അയ്യോ അണ്ണാ ഇത് ഫിനിഷ് ആയില്ലല്ലോ. ഇനി വണ്ടി അങ്ങ് എടുത്തിട്ട് ചേച്ചി ആളെ ബോഡിയിൽ അങ്ങ് കൊണ്ടുപോയിക്കോ. നമ്മളെ കൂടെ ഉള്ള പയ്യന്മാരെ തൊട്ടല്ല ഇതേപോലെ കിടക്കും, മനസ്സിലായോ? അയ്യോ വണ്ടിയൊക്കെ വരുന്നല്ലോ. അയ്യോ അപ്പൊ ചുരുക്കി പറഞ്ഞ ചുമ്മാ പണ്ടിന് പോലും തോക്ക് ചൂണ്ടട്ടാ. അതാണ് എല്ലാ ഫണ്ടും കഴിഞ്ഞ് ഇനി പൊക്കോ. എന്റെ പേര് തോമ മാറ്റിയെന്നാ ബ്രോ. നിനക്കിവിടെ റോഡില്ല. അല്ല ബ്രോ, അല്ല ബ്രോ, ബ്രോ അതെ കുറച്ച് ലേറ്റ് ആയി പോയി, സോറി. കാര്യം എന്നറിയാവോ, അത് നമ്മുടെ സിറ്റുവേഷൻ എന്തായിരുന്നു ബ്രോ ഒന്ന് പറയാമോ ബ്രോ? സിറ്റുവേഷൻ അവിടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരടുത്തൊന്നും ചോദിച്ചോക്കിയത് ആ ചേച്ചിക്ക് എല്ലാം ഓർമ്മയുണ്ട്. അല്ല നിങ്ങളുടെ നമ്മുടെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആളെ കിഡ്നാപ്പ് ചെയ്ത് പോയെന്ന് മനസ്സിലായി, അറിഞ്ഞു. നമുക്ക് ലൊക്കേഷൻ കിട്ടി, നമ്മൾ അവിടെ വന്നപ്പോ ഈ ചേച്ചിയുടെ അടുത്ത് നമ്മളെ മര്യാദക്ക് പറയുന്നുണ്ടായിരുന്നു വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യാം, നിർത്തുന്നില്ല. വണ്ടി അവിടെ നിന്ന് റേസ് ചെയ്ത് തന്നെ ഓടിച്ചോണ്ട് പോയി. ബട്ട് നമുക്ക് ഇനി വണ്ടി നിർത്താൻ ഒരു വഴിയില്ല, വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് അടിച്ചു കൊല്ലാനല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ അവിടെ അടിക്കുകയും ചെയ്ത് അടിച്ചു വന്നിട്ട് നമ്മുടെ ആളിനെ എടുത്തോണ്ട് വന്ന് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചേച്ചി എന്ന് പറഞ്ഞ ആള് അപ്പൊ അവിടെ നിന്ന് പോയി. ഓക്കെ, അത് കഴിഞ്ഞാൽ മറ്റേ കൂടെ നിന്ന അവന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ, അവനെ തൂക്കി എടുത്തോണ്ട് ഇവിടെ വന്നു. എന്നിട്ട് ചേച്ചി വന്നിട്ട് വിടത്തുള്ളൂ പറഞ്ഞു. ആശ അവൻ തന്നെ. അവന്റെ അടുത്ത് പറഞ്ഞ് ഈ അടിച്ചു പോയ ആള്, കാരണം നമ്മളൊരു സിറ്റുവേഷൻ ഇത്രയും ചെയ്തിട്ട് ലാസ്റ്റ് ഇറങ്ങി പോകുന്ന ശരിയാണോ? അപ്പൊ ഞാൻ പറഞ്ഞ ആള് വന്നിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഓക്കെ, പക്ഷെ ചേച്ചി ഇവിടെ വന്ന് സംസാരിച്ചത് ഫുള്ള് വെളിയിലൊക്കെ ആരൊക്കെയോ സംസാരിക്കുന്ന രീതിയിലാണ് വന്ന് മറുപടി പറയുന്നത്. അത് നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. സോ അവന്റെ കൂട്ടത്തിലുള്ളവനെ അടിച്ചു കൊന്നു, ഇപ്പൊ എടുത്തോണ്ട് വെക്കോ. ഇവിടെ വെച്ച് ഈ സിറ്റുവേഷൻ തീർന്നു. ഇനി നിങ്ങൾക്ക് എടുക്കാൻ ഇപ്പൊ നമ്മളെ സൈഡിൽ നിന്നുള്ള സിറ്റുവേഷൻ ഇവിടെ തീർന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഫ്റ്റർ നിങ്ങൾക്ക് അത് നിങ്ങളെ ഇഷ്ടം. ഓക്കെ, നമ്മളെ കൂട്ടത്തിലുള്ളവരെ ഓക്സിന് അതാണ്ട് ഈ പയ്യനെ ഇവനെ. ഞാൻ ചോദിക്കട്ടെ കാര്യം എന്താ ചോദിക്കട്ടെ എന്താന്ന്. ഞാൻ കുറച്ച് മസാലയൊക്കെ ഇടും, കാര്യമാക്കണ്ട. എടാ മെയിൻ റേഡിയോ കയറി. അണ്ണ വേറെ റേഡിയോ അവന്റെ അടുത്ത് കൊണ അടിക്കല്ലേ, അവൻ മാനിയായിട്ട് സംസാരിച്ചു. അവന്റെ അടുത്ത് കൊണ അടിക്കല്ലേ. ഓർമ്മയില്ല. ഇവനെ പോലത്തെ ഒരു കഴിവ് വേറെ ഇല്ല. ഇവൻ ബുള്ളോപ്പി, ഇവന് ബുള്ളോപ്പി. ഇവന് ഇവനെ മറ്റേ ഓർമ്മയില്ല, മറ്റേ ഓജിയുടെ സിറ്റുവേഷനിൽ ഓജി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അവനാണിത് ഇവിടുത്തെ സിറ്റുവേഷൻ. മറ്റേ തോമ അവനാണത്. നിങ്ങൾ സംസാരിച്ചോ? എനിക്ക് സംസാരിക്കണ്ട, ഡീൽ ചെയ്യണ്ട, നിങ്ങൾ ക്യാരി ചെയ്തോ. ദേവിയേ എന്താ ആൾക്കാർ എണ്ണോണാ വണ്ടി കൂടുതല. ഇനി ആരാ വന്നേ? മോന്തില്ലേ കാണുന്ന സൗദ വണ്ടി ബോഡി കിട്ടിയില്ലേ? ഇനി പൊക്കൂടെ ഇവിടെ നിന്ന് ചുരുക്കി പറഞ്ഞ ടി വി ഉള്ളവനെ ഫണ്ടിനോട് തോക്കിക്കൊണ്ടേ. ഇത് നമ്മുടെ സ്റ്റീവ്. നീ എന്താ എങ്ങനെയാണ് നീ കേക്കാമോ? നമ്മളെ അല്ല മാസ്ക് മാറ്റുമോ? മാസ്ക് മാറ്റുമോ? മുടിയില്ല. ഇത് കറക്റ്റ് സ്റ്റീവ് തന്നെ. മാസ്ക് വെച്ച അസൽ സ്റ്റീവ് അല്ലേ?
വില്ലു നിന്റെ മുഖം വില്ലു കേൾക്കാമോ സിറ്റുവേഷൻ പറയാമോ എടാ അത് വേണ്ട അത് ഷോക്ക് അത് ഷോക്ക് നമുക്ക് കേൾക്കാമല്ലോ എന്തോ സംഭവം എന്താ സംഭവം ഫുള്ള് ഫണ്ടായിരുന്നു ബ്രോ. സംഭവം കഴിഞ്ഞു. സംഭവം ഫുള്ള് ഫണ്ണാർപ്പിയായിരുന്നത്. അവരുടെ അടുത്ത് വെച്ചോ. ഇതിപ്പോ 4 തവണ ഗ്രൂപ്പ് അടിച്ച് പറയണം. അവരുടെ അടുത്ത് വെച്ചാൽ മതി. ഇങ്ങനെ ഓരോ ആൾക്കാർ വരുമ്പോ ഇങ്ങനെ പറഞ്ഞു ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോ അടുത്ത ഗ്യാങ് മെമ്പർ വരും. ഇനി അവനോട് നമ്മ പറയാ. സംഭവം 4ാമത്തെ തൊട്ടാണ് ഞാൻ പറയണത്. ആദ്യം അല്ല ഞാൻ ചോദിക്കട്ടെ സിറ്റുവേഷൻ ബേസ്ഡ് ആണോ അതോ ഞാൻ പറയാം നമ്മളെ കൂട്ടത്തിലുള്ള ആളെ ഹോസ്റ്റേജ് എടുത്തോണ്ട് പോയി. ഇവരെടുത്തോ? ഈ രണ്ടുപേര് ഈ പുറത്തുനിന്നെല്ലാം കേട്ടറിഞ്ഞു വന്നിട്ട് ഒരു സെക്കൻഡ് ഞാൻ പറയാം അല്ല അറിഞ്ഞോണ്ടാണ് വന്നത് മനസ്സിലായോ? പിന്നെ അല്ല സിറ്റുവേഷൻ എന്താന്ന് അറിഞ്ഞൂടാ. സീരിയസ് അറിഞ്ഞൂടാ. എന്റെ സൗണ്ടോ? നിന്റെ ശബ്ദം ഇവിടെ എന്റെ സൗണ്ട് ഇല്ല. അല്ല ഞാൻ ഇപ്പൊ വന്നോളൂ. കൊള്ള കാര്യം പറയാ. നീ റേഡിയോ ഞാൻ വിചാരിച്ചു നീ റേഡിയോയിലായിരിക്കും. അപ്പൊ നീ ഇപ്പൊ വന്നതേ ഉള്ളോ? നീ പുറത്തായിരുന്നു. ഞാൻ വിചാരിച്ചു റേഡിയോന്ന് ലീക്ക് ആയതാ. അപ്പൊ പുറത്തുനിന്ന് ലീക്ക് ആയതാ. ഓക്കെ ഓക്കെ. സിറ്റുവേഷൻ കറക്റ്റ് അറിഞ്ഞൂടാ. സിറ്റുവേഷൻ ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ സിറ്റുവേഷൻ. അതെ ഒരു വേറൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ സിയ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഓക്സി എന്ന് പറഞ്ഞ പുള്ളി ഓക്സിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഓക്സി അവരെ വണ്ടിയിലോട്ട് മനഃപൂർവ്വം കയറിപ്പോയതാണ്. ഞാൻ ചോദിക്കട്ടെ ബ്രോ, വണ്ടിക്കകത്ത് കയറി അപ്പൊ ഓക്സിജൻ അടിക്കുവോ? വണ്ടി ഇഷ്ടപ്പെട്ടില്ല ഇറങ്ങി പോകുന്നത്. അല്ലല്ല അവര് ശരിക്കും പറഞ്ഞ ഒരു നിങ്ങൾ തമാശക്കാണോ കളിക്കാണോ കൊണ്ടുപോകണം നമുക്ക് എങ്ങനെ അറിയാം? ഓക്കെ നമുക്കിത് അറിഞ്ഞൂടാ. നമ്മളിത് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഓസ്ട്രീച്ച് അടിക്കും. ഇവര് കൊണ്ടുപോകുന്നത് വണ്ടിക്കകത്ത് അവർ റേഡിയോയിൽ കോള് തന്നു. അത് കഴിഞ്ഞ് ഇവര് ഫോണൊന്നും ഇവര് പിടിച്ചു വാങ്ങിച്ച് വെച്ചിട്ടില്ല. ആകെ ഇവന്റെ ഗണ്ണ് മാത്രം എടുത്ത് വെക്കാൻ പറഞ്ഞു. ഇവൻ ഫോണിൽ കൂടെ ലൊക്കേഷൻ തന്നു. നമ്മൾ വന്നു. മനസ്സിലായോ? ഫോൺ ഇവർക്ക് മേടിച്ചു വെക്കാനുള്ള ഇവർക്ക് മേടിച്ചു വെക്കാം. ഇവിടെ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ. അവര് മേടിച്ചു വെച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ലൊക്കേഷൻ കിട്ടി. നമ്മളവിടെ വന്നു. നമ്മളവിടെ പിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യമേ നമ്മൾ വണ്ടിക്കകത്തിരുന്നിട്ട് നിർത്താനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ വേണമെങ്കിൽ നിർത്താമായിരുന്നു. മനസ്സിലായോ? ഫണ്ണായിട്ടാണ് ചുമ്മാതാണെങ്കിൽ. ഇത് വണ്ടിയും കൊണ്ടുപോയി കുറെ നേരം ഓട്ടിച്ച് മറ്റേ ചേസ് ചെയ്യത്തില്ല, അതേപോലെയാണ് നമ്മളും പോയത്. നമ്മളൊരു വളവിൽ കിട്ടിയപ്പോ വണ്ടി എടുത്തിട്ട് അടിച്ചു കൊന്നപ്പോ ആ ഒരു കൊച്ചെന്ന് പറഞ്ഞ കൊച്ച് അവിടെ നിന്ന് ഇറങ്ങി. അത് ഇറങ്ങിപ്പോയില്ലായിരുന്നു. ഞാൻ അവിടെ വെച്ച് സംസാരിച്ച് ക്ലിയർ ചെയ്ത് ഞാൻ വിട്ടേനെ. സംസാരിക്കാൻ വേണ്ടി അവനെ വിളിക്കുമ്പോ അവൻ 2 മിനിറ്റ് സംസാരിക്കും, പിന്നെ 5 മിനിറ്റ് ഉണ്ടായിരിക്കും. വീണ്ടും 2 മിനിറ്റ് സംസാരിക്കും, പിന്നെ 5 മിനിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യ്, കൂടെ പോയ ചേച്ചി വന്നിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നേരെ അവനെ പൊക്കി എടുത്തോണ്ട് ഗ്യാങ് ഹൗസിൽ കൊണ്ടുവന്നു. ഓക്കെ, സോ ഗ്യാങ് ഹൗസിൽ കൊണ്ടുവന്നിട്ട് നിന്റെ ഗ്യാങ് മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ റേഡിയോ കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പോഴും അവൻ കിടന്ന് ചേച്ചി വന്നിട്ടില്ല വരൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം ചേച്ചി ഇങ്ങനെ ഇവിടെ വന്നപ്പോ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ആക്കി. എന്നിട്ട് അവൻ അങ്ങ് അടിച്ചു കൊന്നു അവിടെ വെച്ച്. മനസ്സിലായോ? നമ്മള് വീണ്ടും അടിച്ചു കൊന്നു അവനെ. അതായത് ലാസ്റ്റ് എന്താ അവനെ പറഞ്ഞത്, എന്തോ ചേച്ചി എന്തോ പറഞ്ഞില്ലേ? ചേച്ചി ഇവിടെ വന്നിരുന്നിട്ട് വെളിയിൽ ആരോ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ വന്ന് സംസാരിച്ചു. ചേച്ചി ഇതേപോലെ 2 മിനിറ്റ് 1 മിനിറ്റ് സംസാരിക്കും, 2 മിനിറ്റ്, പിന്നെ 5 മിനിറ്റ് ചേച്ചി സംസാരിക്കൂല, പിന്നെ വീണ്ടും സംസാരിക്കും, 1 മിനിറ്റ് സംസാരിക്കും, പിന്നെ 5 മിനിറ്റ് സംസാരിക്കും. ഞാൻ കേക്കാവോ അവളിങ്ങനത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊന്നും ഒന്നും ഇടപെടാത്താണ്. മനസ്സിലായോ? ഇല്ല, മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു രീതിക്ക് പാനിക്ക് നിൽക്കുന്നതാണ്. മനസ്സിലായോ? അല്ലാതെ വേറെ ഒന്നും അല്ല. മനസ്സിലായോ? അവളിങ്ങനത്തെ ഒരുമാതിരി ഒരു കാര്യത്തിൽ നിക്കാത്തതാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലായി, എനിക്കത് മനസ്സിലായി. ഓക്കെ, പാനിക്കായിട്ടുള്ള ആള് തിരിച്ച് മറുപടി പറയണത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് മറുപടി പറയുന്നത്. മനസ്സിലായോ? പാനിക്കായ പോലെ അല്ല മറുപടി തന്നത്. മനസ്സിലായോ? മിണ്ടായിരുന്നിട്ട് സംസാരിക്കുമ്പോ പാനിക്കായിട്ടല്ല റിപ്ലൈ തന്നത്. അതായത് ആരോ പറഞ്ഞു കൊടുത്ത പോലെയാണ്. അതായത് ചേച്ചി പറഞ്ഞ അടിച്ചുകൊണ്ടെങ്കിൽ ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് കൂടെ നിന്ന് അനീനെ അടിച്ചു കൊന്നത്. എനിക്ക് വേണം ആ സ്പോട്ടിൽ അവിടെ അടിച്ചു കൊല്ല. ഞാൻ പിന്നെ കൊന്നില്ല. അനീനെ കൊന്നു, ബോഡി എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. അത്ര തന്നെ ചെയ്തത്. മനസ്സിലായോ?
എന്താണ് ഓടിക്കുന്നത്? എടാ, എന്തുവാടാ ഓടിക്കുന്നത്? പേടിക്കണ്ട, അത് ബഗ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എന്റെ നമ്പർ 2580. ഓക്കെ 2580. ഓക്കെ ഓക്കെ ബ്രോ. വണ്ടി കയറി സിയെ വണ്ടി കയറി നീ. എടാ വാടാ ഡാ ലീവ് അണ്ണന്റെ ഇത്ര ടൈം വേസ്റ്റ് ചെയ്ത് എനിക്ക് ബ്ലാക്ക് മണി വെച്ച് തരുമോ? ഒട്ടിച്ച് കീറും വെറുതെ ഓക്സി. നിനക്ക് ഇങ്ങൊന്നാണ് ഓക്സി നീ എന്തിനാ അവരെ വണ്ടി കയറി ഇരിക്കാൻ പോണ? നിനക്ക് എന്തിന്റെ ആവശ്യം? നിനക്ക് എന്തിന്റെ ആവശ്യം? ഓർത്തെടുത്ത് പറയട്ടെ, ഞാൻ മുതുക്കി ഇരിക്കുമ്പോ ഒരു കിളിനാദം കിട്ടും വണ്ടിക്ക്. കിളിനാദം കേട്ടപ്പോ ഞാൻ വണ്ടി കയറി. അത് കിളിയല്ല, കൊര. രണ്ട് കൊര ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങോട്ട് വിളിച്ച് വണ്ടി കയറിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വണ്ടി കയറിയിട്ട് ഇമാരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സിറ്റി പുതിയതാ, ആരും ഇല്ല, മറ്റേ ഇങ്ങനെ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ കയ്യില് ഗണ്ണുണ്ടെങ്കിൽ ഗണ്ണ് ഇവിടെ വെച്ചോ, നീ ഓസ്ട്രേലിയാണ്, നമ്മ നിന്നെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറയുന്ന മലയൊക്കെ നീ ഗണ്ണ് വെച്ചിട്ട് പോയാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം എനിക്ക് കുറച്ച് ചേട്ടന്മാരുണ്ട്, ഞാൻ വിളിച്ചാ വരുമെന്ന് പറഞ്ഞു. ചേട്ടാ ആരെ വിളിച്ചാലും നമ്മ പോകുന്നു പറഞ്ഞു. അപ്പോഴേക്കും നിങ്ങ എത്തി. കോള് കേട്ടുകഴിഞ്ഞാല് മരണ കോളാണ് നീ തന്നെ. നിന്നെ ഏതോ ഗ്യാങ് തൂക്കിക്കൊണ്ട് പോയ. അങ്ങനെയല്ലാണ്ട് ഞാൻ വിചാരിച്ചെന്ന് പറയാമോ, നിന്നെ ഏതോ അകാർത്ത ഗ്യാങ് എടുത്തോണ്ട് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. അകാർത്ത ഗ്യാങ് അല്ല, ഞാനും അടിയൊന്നുമില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറയും, ഇത് നീ അവരെ വണ്ടി കയറി ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ല എന്തരായിരുന്നാലും നീ ഇത് കാണിച്ച മോശമാണ്, മനസ്സിലായി. അവരെ വണ്ടി കയറിയിട്ടാണ് നീ ഇരുന്നത്. അത് തെറ്റ് തന്നെയാണ് ഓക്സി. അത് ഞാൻ തോക്ക് ചൂണ്ടിയതിന്റെ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് അവര് മര്യാദയ്ക്ക് പോണ. അവര് എന്തിനാ ചെയ്തോണ്ട് പോട്ടെ, നീ അതിന്റെ ഇടയിൽ അവരെ വണ്ടി കയറേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അവിടെ. അതാണ് നിന്റെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക്. ബാക്കി എല്ലാം അവരെ സൈഡിൽ ഉണ്ടായിരുന്നു. ഇല്ലെന്ന് അല്ലല്ല, അവര് സാധാ വണ്ടിയായിരുന്നു. നീ ഗ്യാങ് പ്രശ്നമായിരുന്നു. അവൻ വണ്ടി കയറിയെങ്കിലൊന്നും പറഞ്ഞില്ലല്ലോ. എടാ അവർക്ക് പരിചയമില്ല ഇവന്. അവർക്ക് പരിചയമില്ലാത്ത വണ്ടി കയറി ഇരിക്കേണ്ട ആവശ്യം. അവര് വന്നിട്ട് അത് ഞാൻ പറഞ്ഞോടാ, ഇറങ്ങി പോവാനോ. എടാ ഓക്സി, ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത്, നീ പറഞ്ഞ കാര്യം ഞാൻ അവിടെ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പൊ നീ ഇറങ്ങിയെന്ന് വന്നിട്ട് വീണ്ടും നീ വലിയ എനിക്ക് തോന്നുന്നത് അവൻ കൺവിൻസ് ചെയ്ത് ബുള്ളോപ്പ് കളിച്ച് രായണ്ണനെ വശത്താക്കിയെന്ന് തോന്നുന്നു. ഇല്ല ഈ കേസിൽ ഒരു വശത്തും ഇല്ല. ഓക്കെ, ആദ്യം നീ വിളിച്ചു കേറി, നീ ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങി. ചിലപ്പോ ഞാനേ പണിയെടുക്കാൻ പോയിട്ട് വരാം. അണ്ണാ ഞാൻ ആദ്യം കേറി ചെന്ന്, എന്നിട്ട് ഞാൻ ചാടി ഇറങ്ങി, എന്നിട്ട് അവര് വിളിച്ച് കയറ്റി. അങ്ങനെയാണ് ഞാൻ പോണത്. അതന്നെ, ഇനി അത് വേണ്ട. ആരെ വണ്ടി കേറിയിട്ട് കേറി പോയിട്ടുള്ള പരിപാടി വേണ്ട. ഇത് ഇത്രത്തോളം ഇതായി. അതുകൊണ്ടാണ് പറയണത്, മനസ്സിലായി. നമ്മളെ സൈഡിൽ മിസ്റ്റേക്ക് ഇല്ല എന്ന് പറഞ്ഞില്ല, ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നീ ആവശ്യമില്ലാതെ അവരെ വണ്ടി കയറി, മനസ്സിലായോ? അത് നമ്മളെ സൈഡിലുള്ള മിസ്റ്റേക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത്. ബാക്കി ഞാൻ മിസ്റ്റേക്ക് ആയിട്ട് ഒന്നും പറയാനില്ല. ഓക്കെ, റേഡിയോ കൂടി കോൾ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഏതോ ഗ്യാങ്ങിലുള്ളവന്മാര് വന്ന് പിടിച്ചെടുത്തോണ്ട് പോയി. നീ പെണ്ണൊക്കെ വന്ന് പിടിച്ചെടുത്തോണ്ട് പോയെങ്കിൽ ആ രീതിയിൽ ഡീൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ നിനക്ക്, മനസ്സിലായോ? അല്ല അവിടെ വന്ന് നിന്നെ നീ ആ ഒരു റേഡിയോക്കകത്തൊരു മയത്തിലൊരു കോള് വന്ന് നമ്മൾ അതനുസരിച്ചിട്ടേ വരുവുള്ളായിരുന്നുള്ളൂ. നീ റേഡിയോ കൂടെ പറഞ്ഞു ഞാൻ ഇവിടെ ആര് തൂക്കി. അതിന്റെ ഇടയിൽ വോയിസ് ബ്രേക്ക്. ആരാണ് മറ്റേ ഇത് കുറച്ച് കട്ടി കൂടിപ്പോയത്. ഞാൻ പതിയെ സംസാരിച്ചു. ആണല്ലേ? അപ്പം ഇതെന്തായി? അവരെന്ത് പറഞ്ഞു സോൾവ് ആക്കിയോ? കാണിച്ച ഫുള്ള് തെണ്ടിത്തരമാണ് നമ്മളിപ്പോ. 2-3 വട്ടം അവനെ കൊന്ന്. അണ്ണാ സിയേനെ തൂക്കിയല്ലേ? ഇല്ല ഒന്നുമില്ല. എന്തോ കേട്ടില്ല. ഇല്ല ഒന്നുമില്ല. സിയെ വന്നിട്ട് വിടണമെന്ന് പറഞ്ഞു. ഓക്കെ, രണ്ടാമത് കൊല്ലണ്ടായിരുന്നു അവനാ. പിന്നെ വിട്ട് സിയേനെ അങ്ങ് തീർത്താ മതിയായിരുന്നു. ഞാനാണോ അവന്? ആരാണ് കൊന്നത്? ഞാനാണോ? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഞാൻ കൊന്നത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അവന്റെ അടുത്ത് ഞാൻ ഷർട്ടും പാന്റും ഇടാൻ പറഞ്ഞപ്പോ അവൻ മൈൻഡ് പോലും ചെയ്യാനുള്ള.
നീ പോടാന്നൊക്കെ പറഞ്ഞിട്ട് ഓടണ്ടേ അവൻ പേടിച്ച് കാണൂടാ. നീ വല്ല മറ്റേ പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു കൊടുക്കാനുള്ള ഡ്രസ് അവന്റെ അടുത്ത് ഷർട്ടും പാന്റും വരാൻ പറഞ്ഞപ്പോ അവന് ഓടിയില്ലടാ. മറ്റേ നീ ആര് റഷീദിക്കോ ഷർട്ടും പാരും ഊണ്ടി ഉരിപ്പിക്കാൻ? പറടാ, എന്നാ പൊറോട്ട ബീഫും കൂടെ വാങ്ങിച്ചു കൊടുക്കടാ. എന്നാ പിന്നെ